السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: اجتنبوا الموبقات الشرك بالله വസ്സിഹ്റു റവാഹുൽ ബുഖാരി. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം സിഹിർ ചെയ്യലും അത് ചെയ്തവനുക്കുള്ള തിരിച്ചടിയും അവനിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഇജ്തനിബുൽ മൂബിഖാത്ത്, നിങ്ങൾ മൂബിഖാത്തിനെ ഒഴിവാക്കണം. 7 വന്തോഷങ്ങൾ, അല്ലാഹു പൊറുക്കപ്പെടാത്ത ദോഷങ്ങളാണ് 7 വന്തോഷങ്ങൾ. ഈ ദോഷങ്ങളെ, ഇത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ചെയ്താൽ അല്ലാഹു അത് പൊറുക്കുകയില്ല. അതിൻ്റെ ഭവിഷ്യത്ത്, അതിൻ്റെ ശിക്ഷ ദുനിയയിലും ആഖിറത്തിലും അതികഠോരമാണ്. നിങ്ങൾ ചെയ്യരുതേ മുഅ്മിനീങ്ങളെ എന്ന് മുത്തു റസൂലുള്ളയാണ് നമ്മളോട് താക്കീത് നൽകുന്നത്. ആ താക്കീത് ഒന്ന് സ്വീകരിക്കാനും ഒന്ന് ജീവിതത്തിൽ പകർത്താനും ഞാനും നിങ്ങളും തയ്യാറായാൽ നമ്മുടെ ജീവിതം നന്നാകും. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകാം, ജീവിതത്തിൽ പരിവർത്തനങ്ങളുണ്ടാകാം. ആ 7 എണ്ണത്തിൽ വളരെ ഗൗരവമായ 2 കാര്യമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ഒന്ന്, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുകാരനെ ആക്കലാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. എല്ലാ സഹായവും അല്ലാഹുവിനോടാണ്. അല്ലാഹു തവസ്സുൽ ചെയ്ത് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഒഴികെ നമ്മൾ മറ്റ് ആൾക്കാരെ ആരാധിക്കുന്നത് പോലെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാനോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ പാടില്ല. ഇത് ശിർക്കാണ്. ഇത് അല്ലാഹു പൊറുക്കുകയില്ല. ഇന്ന ശിർക്കല്ല ദുൽമുൻ അലീം, ശിർക്ക് അത് ഭയങ്കരമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാം പൊറുക്കും. ഇത് ചെയ്തവനിക്ക് അല്ലാഹു പൊറുക്കുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിവരയിട്ട് കൊണ്ട് പറയുന്നത് വസ്സിഹ്റോ, സിഹിർ ചെയ്യൽ, മാരണം ചെയ്യൽ. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് സിഹിർ ചെയ്യുക. പല മനുഷ്യന്മാരെടുത്തും പല ജ്യോത്സ്യന്മാരെടുത്തും അത് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നുകൊണ്ട് എന്തെങ്കിലും ചെറിയ വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിലും സഹോദരന്മാർ തമ്മിലും അയൽവാസികൾ തമ്മിലും കൂട്ടുകുടുംബക്കാർ തമ്മിലും ഒക്കെ സിഹിർ ചെയ്ത് അവനെ തളർത്തുന്ന ഒരു രംഗം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. ഇത് മുത്തുനബി തങ്ങൾ വിരോധിച്ചതാണ് കേട്ടോ. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയില്ല കേട്ടോ. ഇത് കാരണത്താൽ നിങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരും കേട്ടോ എന്ന് മുത്തു റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഹിർ ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരന് വേണ്ടി, ഒരു അയൽവാസി മറ്റൊരു അയൽവാസിക്ക് വേണ്ടി, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് വേണ്ടി, ഇതെല്ലാം ഹസദ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു കച്ചവടക്കാരന് നല്ല കച്ചവടം അവിടെ ഉണ്ടാകുമ്പോൾ ഇവനക്ക് അസൂയ തോന്നി എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് മാരണം ചെയ്ത് ആ കച്ചവടം ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ അവൻ തീരുമാനിക്കുക. അങ്ങനെ സിഹിർ ചെയ്യുകയാണ്. പക്ഷേ
അതിൽ നിന്ന് അവൻ സിഹിർ ചെയ്യുമ്പോൾ അവനിക്ക് അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ടാകാം, അവൻ്റെ കച്ചവടം പോകും. അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് എതിരായി ചെയ്യുമ്പോൾ അവനിക്ക് രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്ന് അവൻ ഒരുപക്ഷെ തളർന്ന് തരിപ്പണമാകാം. അതിനുള്ള മരുന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ മരുന്ന് ഉപയോഗിച്ചാൽ അവൻ്റെ സിഹിർ ബാത്തിലാക്കാനും അതോടുകൂടെ അവനിക്ക് ശിഫാ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അല്ലാഹു ശിഫയാക്കി കൊടുക്കും. പക്ഷേ ഈ ചെയ്തവനോ അവനിക്ക് ദുനിയാവും പോയി ആഖിറവും പോയി. അവൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇവൻ്റെ ഈ സിഹിർ ഇവനക്ക് തന്നെ തിരിച്ചടിച്ച് ഇവനും ഇവൻ്റെ കുടുംബവും അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം അവൻ ഓർക്കേണ്ടതുണ്ട്. സിഹിർ ചെയ്തവന് അവൻ അതിൻ്റെ മറുമരുന്ന് ചെയ്താൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ സിഹിർ തട്ടിയാണ് പറഞ്ഞത് കേട്ടോ. സിഹിർ ചെയ്തവൻ അവൻ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും അവൻ വിജയിക്കുകയില്ല, അവൻ നഷ്ടപ്പെട്ടു പോകുക തന്നെ ചെയ്യും. കാരണം ഈ ദോഷം അല്ലാഹു പൊറുക്കാത്ത ദോഷമാണ്. ഇത് കാരണത്താൽ അവൻ നരകത്തിൽ കടന്നുപോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സിഹിർ ചെയ്യൽ മറ്റുള്ളവരോട് വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഉള്ളത് കൊണ്ട് നമ്മൾ അവൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ സിഹിർ ഇത് വൻ കുറ്റമാണ്. ഈ വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കുറ്റങ്ങളാണ് ഇത്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മുടെ ശരീരം ശുദ്ധമാക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും സിഹിർ കണ്ണേറിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.